നമുക്കിപ്പോൾ പെട്ടെന്നൊരു അച്ചാർ തയ്യാറാക്കണം. നെല്ലിക്ക അച്ചാറാണ്. നെല്ലിക്ക അച്ചാർ തയ്യാറാക്കണമെങ്കിൽ ഇപ്പം നെല്ലിക്ക അച്ചാറെന്ന് പറഞ്ഞാൽ അതിന് ഓണം വരണമെന്നൊന്നുമില്ല. എപ്പോഴും വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റിയൊരു സാധനം, ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ നെല്ലിക്ക അച്ചാർ. അതിന് ഈ നെല്ലിക്ക ഉപ്പിട്ട് പുഴുങ്ങി ഇതളുകളാക്കി ഇതിൻ്റെ അരിയൊക്കെ മാറ്റി ഇതളുകളാക്കി വെച്ചതിന് ശേഷം കടുക് വറുക്കണം. കടുക് വറുക്കാൻ മുളകും ഉള്ളിയൊന്നും എടുക്കത്തില്ല. പച്ചമുളകും കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഒരു മസാല ഇടാനായിട്ട് കായപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി 2 സ്പൂൺ. നമ്മളെടുക്കുന്ന നെല്ലിക്കയുടെ ഇതനുസരിച്ച് മുളക് പൊടി എടുക്കാവുന്നതാണ്. ഇനി കടുക് വറുക്കുന്നതിലേക്ക് പോവാം. ഈ കടുക് വറുക്കുന്നതിലേക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി തോനെ കടുകൊക്കെ ഇടും. ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ ഇഞ്ചിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. നമ്മൾ രുചിയൊക്കെ കൂട്ടുന്നതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കാം. പക്ഷേ നെല്ലിക്കയുടെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഇച്ചിരി ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി ആ പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ മൂത്ത് വരുന്നതിന് ഇച്ചിരി സമയമുണ്ട്. ഇനി മുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ മൂത്ത് വന്ന സാധനത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പിട്ടാണ് നെല്ലിക്ക വേവിച്ചതെങ്കിൽ ലേശം ഉപ്പിൻ്റെ കുറവ് വരും. അതിന് ഈ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ നെല്ലിക്കയിലേക്ക് നമ്മൾ ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 അടപ്പ് വിനാഗിരിയാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത്. വിനാഗിരിയുടെ അടപ്പിന് തന്നെ 2 അടപ്പ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിവിടെ കടുക് വറുത്തിട്ട സാധനം നമ്മളിങ്ങോട്ട് ഈ നെല്ലിക്കയിലേക്ക് ഒഴിക്കാം. ഞാൻ അപ്പോഴും തന്നെ തീ ഓഫാക്കിയായിരുന്നു. നെല്ലിക്കയിലോട്ട് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കാം. വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ലേശം ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണ്ടുന്നതിന് ചേർക്കാവുന്നതാണ്. ഇത് അപ്പോഴും തന്നെ 1 മണിക്കൂറോളം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എരിയൊക്കെ അവരവരെ ഇഷ്ടാനുസരിച്ച് മുളക് പൊടി കൂട്ടാവുന്നതാണ്. ഇപ്പോൾ നല്ലൊരു നെല്ലിക്ക അച്ചാർ ഇവിടെ നിമിഷ നേരം കൊണ്ട് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും കാണാം.